അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ദിലീപ് കണ്ട പടം ഭയം ഭക്തി ബഹുമാനം അവിടുത്തെ റിവ്യൂ ആയിട്ടാണ്. ഞാനിപ്പോൾ നമ്മളിവിടെ സ്വഹാറിൽ നമ്മുടെ ബോക്സ് സിനിമാസിലാണ് കണ്ടത്. സ്ക്രീൻ 7-ൽ 10 മണിയുടെ ഷോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ദിലീപ് ഏട്ടൻ, പിന്നെ നമ്മളുടെ എല്ലാവരും പ്രിയപ്പെട്ട ലാലേട്ടൻ എല്ലാവരും കൂടി അഭിനയിച്ചൊരു നല്ലൊരു പടമായിരുന്നു. പടത്തെ കുറിച്ചിട്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പടം തന്നെയായിരുന്നു അത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. പടത്തെ പ്രത്യേകിച്ച് അതിൽ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ അറിയുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ പടം കണ്ടപ്പോൾ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കൊരു 2-2.25 മണിക്കൂർ സമയം പെട്ടെന്ന് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു നല്ലൊരു ഫൺ മോഡ് ഫിലിമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിനൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ പോവുക, ടിക്കറ്റ് എടുക്കുക, കാണുക, പടം കാണാൻ, എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് ആ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ ആ തിയേറ്ററിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. നമുക്ക് പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും തോന്നില്ല. കാരണം പറയുകയാണെങ്കിൽ സാധാരണ ചുമ്മാ ഒരു ഫൺ മൂഡിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പടം. ആ സിനിമ ഭയങ്കര ഗംഭീരമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ത്രില്ലടിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് തമാശ രീതിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരിത്. എനിക്കും ആക്ച്വലി എനിക്ക് അങ്ങനത്തെ പടങ്ങൾ തന്നെയാണ് ഇഷ്ടം വരുന്നത്. അപ്പോൾ സിനിമ നമ്മൾ പറയുമ്പോൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിപ്പിക്കുക അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഒരു പടങ്ങളത്തോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പടം എനിക്ക് നല്ലൊരു എൻ്റർടൈനറായിട്ട് തോന്നിയിരുന്നു. പിന്നെ നമ്മൾ എൻഗേജ് ചെയ്യിച്ച് നമുക്ക് അങ്ങനെ ലാഗ് വരും എന്ന് തോന്നിക്കുന്ന സീനുകൾ പോലും അപ്പോഴേക്കും നമ്മുടെ ആ ഒരു പുതിയ ഒരു ഇത് കണ്ടിട്ട് നമുക്ക് എൻ്റർടൈനിങ് ആയി തോന്നി. അപ്പോൾ പ്രത്യേകിച്ച് ലാഗൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഫൺ മൂഡിൽ ചുമ്മാ ഒരു വൺ ടൈം വാച്ചബിളായിട്ടാണ് നമുക്ക് ഈ പടം തോന്നിയത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പടത്തെ കുറിച്ച്. ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ മൂവി റിവ്യൂ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു പടത്തെ കുറിച്ചിട്ട് ഇടണമെന്ന് തോന്നി, അത് കാരണം ഇട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.